ഒരാൾക്ക് മാർക്സിസ്റ്റ് ആകുക എന്ന് പറയുന്നത് കേവലം കോൺഗ്രസ് ആകുക എന്ന് പറയുന്ന പോലെ ഒരാൾ കോൺഗ്രസ് ആകുന്ന മറ്റൊരാൾ മാർക്സിസ്റ്റ് ആകുന്നതല്ല. നല്ലപോലെ വായിക്കുകയും പഠിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുകയും വീണ്ടും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റായി മെല്ലെ മെല്ലെ ഒരാൾ വളർന്നു വരിക. എല്ലാം പഠിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതൊന്നും അസാധ്യമായ ഒരു കാര്യമാണ്. സാധ്യമാവുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായ ഒരു പഠനം. ആ തുടർച്ചയായ പഠനത്തിലൂടെ നമുക്ക് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും മനുഷ്യ സമൂഹത്തിലുണ്ടാവുന്ന വൈരുദ്ധ്യങ്ങളെയും അത് തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലിനെ പറ്റിയും എല്ലാം മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ സാധിക്കുന്ന തരത്തിലേക്ക് മാർക്സിസ്റ്റുകാർ വളരണം. ആ ഉയർച്ച ഇല്ലാതെ കേവലമായി മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് നമ്മൾ അനുഭാവി ഗ്രൂപ്പിലേക്ക് നിശ്ചയിക്കുന്നു. നിശ്ചയിച്ചതല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും പിന്നെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അതും അതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് പൂർണ്ണ മെമ്പർഷിപ്പ് ആവുന്നു. റിക്കാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാളാവുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല. അത് ഞാൻ വളരെ വ്യക്തതയോടുകൂടി തന്നെ പറയുകയാണ്. ഒരാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല, കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഒരു മാർക്സിസ്റ്റ് ആവണമെങ്കിൽ അയാൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യമായ ധാരണ വേണം. പ്രത്യശാസ്ത്രത്തെപ്പറ്റി വേണം, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെപ്പറ്റി വേണം, ചരിത്രപരമായ ഭൗതികവാദത്തെപ്പറ്റി വേണം, പാർട്ടി പരിപാടിയെപ്പറ്റി വേണം, രാഷ്ട്രീയ മീമാംസയെപ്പറ്റി വേണം, അർത്ഥശാസ്ത്രത്തെപ്പറ്റി വേണം. ഇതിനെപ്പറ്റിയെല്ലാമുള്ള പ്രാഥമിക ധാരണയോടെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഒരാൾ മെല്ലെ മാർക്സിസ്റ്റ് ആവാൻ തുടങ്ങുക. അല്ലാണ്ട് മെമ്പർഷിപ്പ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാർക്സിസ്റ്റായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ അല്ലാത്തതിൻ്റെ ദൂഷ്യം നമ്മളിപ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ട്. കാണുന്നവർക്കെല്ലാം മെമ്പർഷിപ്പ് കൊടുക്കുക, ചിലപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആക്കുക, ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആകുക, എന്നിട്ട് സാമൂഹിക ജീവിതത്തിൻ്റെ, അർത്ഥശാസ്ത്രത്തിൻ്റെ, പ്രത്യശാസ്ത്രത്തിൻ്റെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ഒരംശം പോലും സ്വയം ജീവിതത്തിൽ പകർത്താതിരിക്കുക, എന്നിട്ട് ശുദ്ധ അസംബന്ധത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്, തെറ്റായ നിലപാടിലേക്ക് വഴുതി മാറുക. അതെല്ലാം പിന്നീട് കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് എന്ന പേരുദോഷം നമ്മൾ കേൾക്കാനിടയാവുക. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ട്